എല്ലാ വർഷവും ലാക്സ് ഓഫ് സ്റ്റുഡൻസ് IIT ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ കയറാൻ വേണ്ടി 1-2 വർഷം കളഞ്ഞ് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട്. സോ അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരേ ഒരു റീസൺ ആണ് സക്സസ്സിൽ വരുന്ന കുറേ റീസൺസിൽ വരുന്നതാണ് ഹയസ്റ്റ് പേ. യെസ്, ടെക് ഫീൽഡ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ഒബ്വിയസ്ലി ഒരു ക്യാഷ് ഏർണിംഗ് ഒരു മെഷീനായിട്ടാണ് നിങ്ങൾക്ക് പറയാം. പക്ഷേ ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് IIT കിട്ടിയില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ 15-24 LPA പാക്കേജ് എങ്ങനെ വാങ്ങിയെടുക്കാം ടെക് ഫീൽഡിൽ, സോഫ്റ്റ്വെയർ ഫീൽഡിൽ. ഈവൻ ദോ യു ആർ ജസ്റ്റ് 12th പാസ് ഔട്ട്, വേറെ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഫസ്റ്റ് ഇയറിലാണ്, സെക്കൻഡ് ഇയറിലാണ്, തേർഡ് ഇയറിലാണ്, BCom ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സിവിൽ എഞ്ചിനീയറിംഗ് വേറെ ചെയ്തുകൊണ്ടിരിക്കും. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. മൈ നെയിം ഈസ് ആരിഫ് പുള്ളാട്ട് ആൻഡ് വെൽക്കം ടു അനദർ വീഡിയോ. IITയിൽ കയറാതെ IITക്കാരൻ എങ്ങനെ ആവാമെന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഫ്രീ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതിനായിട്ടുള്ളൊരു വെബിനാറായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഫ്രീ വെബിനാറാണ്, നിങ്ങൾക്ക് ആർക്കും എപ്പോൾ വേണമെങ്കിലും അറ്റൻഡ് ചെയ്യാവുന്നതാണ്. സോ പക്ഷേ അതിനു മുമ്പ് ഞാൻ പറയാം, വൈ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ഇത്രയും പീക്കായിട്ട് നിൽക്കുന്ന ടൈം ഇപ്പോഴാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ് പോലത്തെ സിറ്റുവേഷൻസ് ഒക്കെ വന്നതുകൊണ്ട് ഇന്ന് ടെക് ഫീൽഡിൽ ഒരു ഫീൽഡിലും കോഡിംഗ് ഇല്ലാണ്ട്, പ്രോഗ്രാമിംഗ് ഇല്ലാണ്ട് പിടിച്ചു വെക്കാൻ പറ്റില്ല. ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ്, അത്രയും കോമ്പറ്റേറ്റീവായി, അത്രയും ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു കരിയർ ഓപ്ഷൻ ഇന്ന് വേറെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റിൽ ഡൗട്ട്ഫുൾ ആണ്. അതുകൊണ്ട് ഇന്ത്യയിലും പുറത്തും എവിടെയാണെങ്കിലും ഒരു പ്രോഗ്രാമർ ആയാലും ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആയാലും, അതിന് വെബ് ഡിസൈനിങ് ആണെങ്കിലും, അതിന് ബാക്ക് എൻഡ്, ഫ്രണ്ട് എൻഡ് ആണെങ്കിലും ബാക്ക് എൻഡ് ആണെങ്കിലും നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരു കരിയറാണ്. നിങ്ങളിപ്പോൾ സ്റ്റാർട്ടിങ് ചിലപ്പോൾ 5-6 lakh LPA കൊണ്ട് സ്റ്റാർട്ട് ചെയ്തെന്ന് വെച്ചാലും നിങ്ങൾക്കൊരു പോയിന്റ് ഓഫ് ടൈമിൽ 50-60 lakh വരെ ഉണ്ടാക്കിയെടുക്കാം വിത്ത് എക്സ്പീരിയൻസ് കൂടുന്നതോറും വാല്യൂ കൂടുന്നതാണ്. സെക്കൻഡ് തിങ്, വൈ IIT പോലത്തെ ഒരിക്കലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇത്രയും കാര്യങ്ങൾ പഠിപ്പിക്കുന്നില്ല. നിങ്ങൾ ഇത്രയും പാക്കേജ് കിട്ടാൻ എല്ലാവരും പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിൽക്കുന്ന എല്ലാവർക്കും 1 CR പാക്കേജ് കിട്ടുന്നതാണ്. പക്ഷേ അല്ല, അവർ പഠിക്കുന്നത്, ഈ കയറുന്ന സ്റ്റുഡൻസ് അവിടുത്തെ പിയർ ഗ്രൂപ്പിനെ വെച്ചാൽ പഠിക്കുന്നത്. ബേസിക്കലി ഈ പിയർ ഗ്രൂപ്പാണ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് നമുക്ക് കറക്റ്റ് ഗൈഡൻസ് എന്ന് സീനിയേഴ്സ് ആണെങ്കിൽ അവരാണ് ചെയ്തു തരാം. അതുപോലത്തെ ഒരു 3 സീനിയേഴ്സിനാണ് ഈ സെഷനിലൂടെ ഞാൻ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗോ ടു ദ കമ്പ്യൂട്ടർ സ്ക്രീൻ. ആക്ച്വലി ഈ വെബിനാർ നടത്തുന്നത് നെക്സ്റ്റ് വേവ് എന്നൊരു കമ്പനിയാണ്. ഈ വെബിനാറിലൂടെ നിങ്ങൾ പഠിക്കുന്നത് ടോപ്പ് 1% IITians എന്നാണ്. IITians ആണ് തന്നെ ഇന്ത്യയിലെ ടോപ്പ് 1% ആണ്. ടോപ്പ് 1% അല്ല, അതിനേക്കാൾ ചെറുതാണ്. അപ്പോൾ ഈ IITiansൻ്റെക്കാളും ടോപ്പ് 1% എന്നാണ് നിങ്ങൾ പഠിക്കുന്നത്. സോ ഫസ്റ്റ് നിങ്ങൾ പഠിപ്പിക്കുന്നത് ഈ മൂന്ന് പേരും IITയിൽ JEEയിൽ ടോപ്പ് 100ൽ വന്നവരാണ്. ലൈക്ക് എയർ 93 ത്രിവിക്രമ, നീരജ് കുമാർ എയർ 99, എയർ 119. സോ ഈ ത്രിവിക്രമനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം ബേസിക്കലി 1 crore ജോബ് ഓഫർ കിട്ടിയതാണ് ഓൺ ക്യാമ്പസ്. നീരജ് കുമാർ ആണെങ്കിൽ മൈക്രോസോഫ്റ്റിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പായി ഹയസ്റ്റ് പാക്കേജായി പ്ലേസ്ഡ് ആയതാണ്. ശശാങ്ക് ആണ് ഇസ്രോ എന്ന ജോബ് ഓഫർ കിട്ടിയതാണ്. ഇസ്രോ സ്പേസ് റിസർച്ച് ഇന്ത്യൻ്റെ അവിടെ നിന്നൊക്കെ ജോബ് ഓഫർ കിട്ടുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് റിയലി ടഫ്. സോ ഈ ഒരു സെഷനിലൂടെ, ഈ വെബിനാറിലൂടെ നിങ്ങൾക്ക് കറക്റ്റ് അറിയാൻ പറ്റുന്നത്, നിങ്ങൾക്കൊരു കരിയർ കറക്റ്റ് റോഡ് മാപ്പ് കിട്ടും. എങ്ങനെ നിങ്ങൾ ഫസ്റ്റ് ഈ ലാംഗ്വേജ് പഠിക്കണം, ഈ ലാംഗ്വേജ് പഠിച്ചിട്ട് നിങ്ങൾക്ക് അതിന് ഇന്റേൺഷിപ്പ് എടുക്കുന്ന എങ്ങനെ എടുക്കണം, അതിൻ്റെ ടാക്ടിക്സ് എങ്ങനെയാണ് കോൾഡ് മെയിൽ ചെയ്യേണ്ടത്, അതൊക്കെ ഇവർ ഇതിലൂടെ പറഞ്ഞു തരും. നിങ്ങൾ കറക്റ്റ് റോഡ് മാപ്പ് ഉണ്ടാക്കി തരും. അതുകൊണ്ട് ഈ ഒരു സെഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു ഗോൾഡ് മാൻ നിങ്ങൾ ഫ്രീ ആയിട്ട് കിട്ടുന്നത് ആക്ച്വലി ഇവരുടെ കയ്യിൽ നിന്ന് പഠിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഒരു വലിയ കാര്യം തന്നെയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ രജിസ്ട്രേഷനൊക്കെ എങ്ങനെ ചെയ്യാൻ നോക്കാം. ബേസിക് കാര്യങ്ങൾ തന്നെ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് അതിലേക്ക് കടക്കാം. ബേസിക്കലി ഈ പേജിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളിവിടെ നിങ്ങളുടെ പേരടിക്കണം. പേര്, ഫോൺ നമ്പർ, ഡാറ്റ ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്ച്വലി ഒരു ഇത് കിട്ടും, ഒരു OTP വരും. എന്നിട്ട് നിങ്ങളത് ആക്ച്വലി വെരിഫൈ ചെയ്യണം. 231780 ഈസ് മൈ OTP. OTP ക്ലിക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ അപ്പോൾ ഗ്രാജുവേഷൻ ഇയർ അടിച്ചു നോക്കാം. ഞാൻ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി 2024 ഞാൻ ഗ്രാജുവേറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. കോളേജ് SRCC എന്ന് കൊടുക്കുക. അപ്പോൾ ഏതെങ്കിലും കോളേജ് ഞാൻ കൊടുക്കുകയാണ്. ബ്രാഞ്ച് പിന്നെ എന്താ, കമ്പ്യൂട്ടർ സയൻസ് തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്. നിങ്ങൾ നിങ്ങളുടേതായി കൊടുക്കുക. കറണ്ട് സൺഡേ ഉണ്ട്, നിങ്ങൾക്ക് ഏത് ടൈം ആണെങ്കിലും ബുക്ക് ചെയ്യാം. സോ ബുക്ക് യുവർ ഫ്രീ സ്ലോട്ട് നൗ. ബുക്ക് ബട്ടൺ നെക്കി. സോ ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇവിടെ വരുന്നതാണ്. സോ ഇപ്പോൾ നിങ്ങൾ ആക്ച്വലി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മെയിലിലേക്ക് ഇതിൻ്റെ ഇൻവൈറ്റ് ലിങ്ക് ഒക്കെ വരുന്നതാണ്. സോ ബേസിക്കലി ഈ ഒരു സെഷനിലൂടെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ഈ ഒരു കരിയർ പാത്തിലേക്ക് എത്തേണ്ടത്. സോഫ്റ്റ്വെയർ നിങ്ങൾ വേറെ ഏത് കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും, നിങ്ങൾ ഏത് ഫീൽഡ് ചെയ്തുകൊണ്ടിരിക്കുക, എങ്ങനെ ഈ കരിയർ പാത്തിലേക്ക് എത്തും. സോ ഇന്നത്തെ കാലത്ത് ചിലർ പറയുന്നുണ്ട്, എല്ലാവരും പറയുന്നുണ്ട് നമുക്ക് സ്കില്ല് മാത്രം മതി എത്തിപ്പെടുന്നു. പക്ഷെ അങ്ങനെ എത്തില്ല.
കുറേ പേര് ഇപ്പോൾ നിങ്ങൾ കോഡിംഗ് ലാംഗ്വേജ് ഒക്കെ പഠിച്ചു എന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് നല്ലൊരു CV ഇല്ലെങ്കിൽ, നിങ്ങൾക്ക് നല്ല ഇൻറ്റേൺഷിപ്പ് ഇല്ലെങ്കിൽ, നല്ലൊരു CV ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന കമ്പനി നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഇൻ്റർവ്യൂ ആകുമ്പോഴല്ലേ നിങ്ങളുടെ സ്കില്ല് കാണിക്കാൻ പറ്റുള്ളൂ, അസൈൻമെൻറ്റ്സ് കിട്ടുമ്പോഴല്ലേ കാണിക്കാൻ പറ്റുള്ളൂ, അല്ലാണ്ട് നിങ്ങൾക്ക് സ്കില്ല് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ CV ഒക്കെ എങ്ങനെ ബിൽഡ് ചെയ്യണം എന്നൊക്കെ ആയിരിക്കും ഈ ഒരു സെഷനിലൂടെ നിങ്ങൾ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സെഷൻ എന്തായാലും ഒരു ഗോൾഡ് മൈൻ ആണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ജോയിൻ ചെയ്യുക. പിന്നെ ഇതുപോലത്തെ എന്തെങ്കിലും കാര്യങ്ങളും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, സോ യു ക്യാൻ കമൻറ്റ് ബിലോ. അതല്ലെങ്കിൽ ഈ വെബിനാർ അറ്റൻഡ് ചെയ്താൽ തന്നെ മതി. പറഞ്ഞ പോലെ ഒരു IIT-യിൽ കയറാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു IIT-ൻ്റെ പോലെ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആവാൻ IIT-മാരെ കയ്യിൽ തന്നെ പഠിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. സോ എന്തായാലും ഈ വെബിനാർ അറ്റൻഡ് ചെയ്യുക, എന്നിട്ട് കണ്ടിട്ട് അതിൻ്റെ റിവ്യൂ ഈ വീഡിയോൻ്റെ കമൻറ്റിൽ വന്ന് എന്തായാലും പറയണം നിങ്ങൾക്ക് ശരിക്കും യൂസ്ഫുൾ ആയോ ഇല്ലയോ എന്ന്. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു സോ മച്ച് ആൻഡ് വിൽ മീറ്റ് ഇൻ അനദർ വീഡിയോ.